ഈ മാലിന്യ പ്രശ്നം കൊണ്ട് പൊറുതിമുട്ടുകയാണ് നമ്മുടെ നാട്ടിലെല്ലാവരും. ഈ പൊറുതിമുട്ടുന്നവർ തന്നെ അവനവൻ്റെ മാലിന്യം വേറെ സ്ഥലത്ത് എറിയുന്നതും നമുക്ക് കാണാം. ഇവിടെ തിരുവനന്തപുരത്താണ് ഇങ്ങനെ ആളുകൾ കുമിഞ്ഞുകൂടി ഈ സാധനങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ സ്കൂട്ടറിൽ നിന്ന് തട്ടുന്നു, അല്ലെങ്കിൽ കാറിൽ നിന്ന് എറിയുന്നു. ഇതൊക്കെ കണ്ട അവസാനം ആ നാട്ടുകാർ എഴുതി വെച്ചു ഒരു ഫ്ലെക്സ്. ഇനി ഇവിടെ ചവറിടുന്നവർ സത്യത്തിൽ അത് കണ്ടാൽ ഒന്ന് പേടിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നീയൊക്കെ തുലഞ്ഞു പോകും, നശിച്ചു പോകുമെന്ന ഡയലോഗോട് കൂടിയിട്ടാണ് ഫ്ലെക്സ് വെച്ചത്. ഒന്ന് ശ്രദ്ധിക്കണം, മാലിന്യ പ്രശ്നമായിരിക്കും അല്ലേ? 3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആദ്യം ചവറിടരുതെന്ന് അവർ അപേക്ഷിച്ചു, പിന്നീട് അസുഖം വരുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു രക്ഷയുണ്ടായില്ലെന്ന് തോന്നുന്നു. അവരുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കും അല്ലേ അവരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നീ നശിച്ചു പുഴുത്തു ചാകും, നീ നശിച്ചു പുഴുത്തു ചാകും. തിരുവനന്തപുരം തിരുമല പ്ലാവിലയിലെ ഗ്രാമം. മാലിന്യക്കുന്നുകൾ കണി കണ്ടുണരുന്നത് 10-ലധികം കുടുംബങ്ങൾ. ശപിക്കാതെ ഇവർക്ക് വേറെ എന്താണ് വഴി? ആദ്യം അപേക്ഷിച്ച് നോക്കി. അപേക്ഷയൊന്നും ആരും കേൾക്കണില്ല, നമ്മളെ കണ്ണു മുമ്പ് തന്നെ കൊണ്ടിട്ടിട്ട് പോകും. പിന്നീട് കാര്യം ഗൗരവത്തിൽ അറിയിച്ചു. വേസ്റ്റ് കൂടിക്കിടക്കുമ്പോൾ പട്ടികളുടെ ശല്യം ഒരുപാട് കൂടി. പട്ടികൾ വലിച്ചെടുത്ത് റോഡിൽ കൊണ്ടിടുന്നുണ്ട്. കൊതുകിൻ്റെ ശല്യം ഒരുപാടുണ്ടായിരുന്നു. പനി, എനിക്ക് 2 പിള്ളേരുണ്ട്, 2 ചെറിയ പിള്ളേരാണുള്ളത്. അവർക്ക് ഏത് സമയം പനിയായിരുന്നു. പിന്നെ വീട്ടിൽ ഈച്ച ശല്യം, ഭയങ്കര ഈച്ച ശല്യമാണ്. സ്മെല്ല് രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴായപ്പോലും നമുക്ക് ഫാൻ ഇടുമ്പോൾ ഈ പുറത്തെ സ്മെല്ലാണല്ലോ അകത്തേക്ക് വരുന്നത്. ഒടുവിൽ ഉളുപ്പുള്ളവരെങ്കിലും പിന്തിരിയട്ടെ എന്ന് കരുതി ഒരു ഫ്ലെക്സ് അടിച്ചു. നിവൃത്തികേട് കൊണ്ട് എഴുതിയ ഒരു വാചകമാണ്. അതൊരു നല്ല വാചകമാനുള്ള സ്ഥാപിക്കാനുള്ള ഞാൻ തയ്യാറല്ല. എന്നാൽ ഞങ്ങളെ കൊണ്ടത് എഴുതിപ്പിച്ചു. പ്രദേശത്തെ സ്വകാര്യ ഭൂമിയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരിക്കുന്നത്. ഒരു CCTV വയ്ക്കുന്നതിലേക്ക് വേണ്ടി പിന്നെ ആവശ്യം നഗരസഭയോടും പിന്നെ അസോസിയേഷനോടും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ അതിന് മുൻകൈ എടുത്തിട്ടില്ല ഇതുവരെയായിട്ടും. മാലിന്യം നീക്കാനുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ പരിഹാരം അകലെയാണ്. മറ്റൊരാൾക്ക് ഈ ഗതി വരണമെന്ന് കരുതിയിട്ടല്ല, ഗതികേട് കൊണ്ടാണ് ഈ വാക്കുകൾ എഴുതി വെച്ചത്. അടിസ്ഥാനപരമായ സാമൂഹ്യ ഉത്തരവാദിത്തം ചുറ്റുമുള്ളവർ ഓർത്താൽ ഈ വരികളുമായും ഈ ഫ്ലെക്സും ഇല്ലാതാവും. നിരാഞ്ജനയ്ക്കും സുധീഷ് തിരുവല്ലയ്ക്കും രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ, നമുക്കൊപ്പുണ്ട്. രാഹുലെ, ഈ എറിയുന്നവരൊക്കെ ഈ വരികളൊന്നും കണ്ടാൽ പിന്മാറുന്നവരല്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു വാസ്തവമാണ്. ഇനിയും അതിനു മുമ്പിൽ എറിയും. ആകെ ചെയ്യാനുള്ളത് CCTV വെച്ച് ഈ എറിയണവരെ കൈയോടെ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നേരെ ഇത് വാരിയെടുത്ത് ഒരു കൊട്ടയിലാക്കി ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇടുക എന്നല്ലാതെ ഒന്നും വേറെ ചെയ്യാനല്ല. അക്രമം പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷെ വൃത്തികേട് കൊണ്ട് പറയുന്നതാണ്. പലയിടത്തും ഇത് കാണുന്നുണ്ട്. ഇതിൽ പ്രതീക്ഷയുണ്ടോ ആ നാട്ടുകാർക്ക് ആ വരികളിലെങ്കിലും ഈ മാലിന്യം നിൽക്കുമെന്ന്? ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളുടെ വരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ ആദ്യം കൃത്യമായ 1-2 ചവറുകൾ പ്രത്യക്ഷപ്പെടുന്നു, ആൾ നോക്കാനുള്ള പറമ്പാണെന്ന് കണ്ട് അവർ അപേക്ഷിച്ച് നോക്കുന്നു, പിന്നീട് ഉപദേശിക്കുന്നു ഞങ്ങൾക്ക് രോഗം വരുന്നുണ്ട്. കാരണം അതൊരു ചെറിയൊരു പ്രദേശമാണ്. കാരണം ഒന്ന് മുറ്റത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറമ്പാണുള്ളത്. ആ കുട്ടികൾക്ക് പന്ത് കെട്ടി കളിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം പന്ത് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ തരം വേസ്റ്റാണുള്ളതെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർ പോലും കുട്ടികളെ ഗേറ്റിന് പുറത്തേക്ക് വിടാത്ത അവസ്ഥയാണ്. അത്തരത്തിൽ അവർ ഉപദേശിച്ചു ഞങ്ങൾക്ക് രോഗം വരുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ലെന്ന് കണ്ട് ആരിടുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഗതികേടിൻ്റെ വാക്കുകളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതേ ഗതികേടാണ് അവർ പറയുന്നത്. കാരണം മഴ പെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ പ്രദേശത്ത് നിന്ന് ആ ദുർഗന്ധം അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ വലിയ പ്രതീക്ഷയറ്റ ജനങ്ങളുടെ വാക്കുകൾ തന്നെയാണ്. എങ്കിലും ഈ പറഞ്ഞതുപോലെ അധികൃതർ ഇവിടെ വന്ന് ചവറ് നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ശാശ്വതമായി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഫ്ലെക്സ് തന്നെയായിരുന്നു നമ്മളെ അവിടെ എത്തിച്ചത്. കാരണം ഇത് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന അയ്യപ്പൻ എന്ന് പേരുള്ള അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇതെല്ലാവരും മനസ്സിൽ പറയുന്നതാണ്. കാരണം നമ്മളായാലും ആലോചിച്ച് നോക്കും, നമ്മുടെ വീടിന് മുന്നിൽ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതെന്ത് നാശം പിടിക്കാൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇത് മനസ്സിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരാൾ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യാം, ഇത് കണ്ട് എന്താ പറയുക, അത്തരത്തിലെങ്കിലും ശാപം കിട്ടുമല്ലോ പേടിച്ചെങ്കിലും കുറച്ച് പേർ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്നു ആ ഒരു ചേച്ചി പറയുന്നുണ്ട്, അതായത് ഫ്ലെക്സിന് മുന്നിൽ ഇപ്പോൾ ആരും ഇടുന്നില്ല, തൊട്ടപ്പുറത്തേക്ക് മാറ്റി ഇടുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശാപം ഏൽക്കരുതേ എന്ന് വിചാരിച്ചിട്ടാണ്. മുഴുവൻ ഫ്ലെക്സ് വെച്ച് ചിലപ്പോൾ ഇത് മാറുമായിരിക്കും തോന്നുന്നു. എന്തായാലും മനുഷ്യൻ ഈ പറയുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ നിർത്തിയാൽ മാത്രമേ നാട് നന്നാകുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഫ്ലെക്സ് മുഴുവൻ. അതിലൊരു വാക്ക് മാത്രമാണ് ഇപ്പോൾ അതിനകത്ത് എന്താ പറയുക രസകരമായി കൗതുകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. കൗതുകമൊന്നുമില്ല, അവരുടെ ജീവിതം ഈ പറയുന്നത് പോലെ വളരെ ഗൗരവകരമായ കാര്യമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്തായാലും അത് വൃത്തിയായി നല്ലൊരു സ്ഥലമായി മാറട്ടെ. എന്തായാലും ഈ സ്കൂൾ തലങ്ങളിൽ മുതൽ കുട്ടികളെ മുതൽ വലിയ തോതിൽ 50 പൈസയുടെ മിഠായി കവർ പോലും എറിയരുതേ കുട്ടികളെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ നമ്മുടെ സമൂഹം മൊത്തം ഈ മാലിന്യ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ വലിച്ചെറിയുന്നവർക്ക് അറിയാലോ ഇതാരെ എറിയുന്നത്. അവരൊക്കെ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ചിന്തിക്കുക. ഇനിയും ഇമാതിരി മര്യാദകളൊക്കെ കാണിക്കണമെന്ന് അവർ ചിന്തിക്കട്ടെ. വേറെ നിവൃത്തിയൊന്നുമില്ല. ഇനി കൂടുതൽ ശാപവാക്കുകൾ അവരെ കൊണ്ട് എഴുതിക്കാതിരിക്കട്ടെ. ശരി രാഹുലെ, കാണാം.